ആദ്യം തന്നെ എന്നെ ഇങ്ങനെ ഒരു ചെറിയ ഉപകരണമാക്കിയതിന് ദൈവത്തോടും ഷാലും ടി വിയോടും നിങ്ങളെല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. വയസ്സ് 91 പക്ഷേ 91 എന്ന് പറയുമ്പോൾ എനിക്ക് തന്നെ അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. ദൈവം എനിക്ക് ആരോഗ്യം തന്നിരിക്കുന്നു, അത്ഭുതം തോന്നുന്നു. പക്ഷെ ഞാൻ എന്ന് വേണമെങ്കിലും പോകാൻ തയ്യാറാണ്. എൻ്റെ പേര് ഹർഷജൻ എന്നാണ്. സന്തോഷം വരുമ്പോൾ എന്ന് പറയില്ലേ, ഹർഷജൻ, സന്തോഷം പകർന്നു കൊടുക്കുന്നവൻ. എൻ്റെ മാമോദിസ പേര് ഔസേപ്പ് എന്നായിരുന്നു. അത് ഹീബ്രു ഭാഷയിൽ സന്തോഷത്തിൻ്റെ പ്രവാചകൻ അല്ലെങ്കിൽ ഐശ്വര്യത്തിൻ്റെ പ്രവാചകൻ എന്നാണ്. 2 കപ്പൂച്ചിൻ സഭയിൽ ചേർന്നപ്പോൾ എനിക്ക് തോന്നി ഞാനിത് മാറണം, എന്നിട്ട് ഫ്രാൻസിസിനും പോലെ ഒരു സന്തോഷത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ ഉപകരണമായി തീരണം. അതുകൊണ്ട് ഞാനത് ഇന്ത്യനാക്കി. പിന്നെ ഇന്ത്യൻ സംസ്കാര മൂല്യങ്ങളോടുള്ള താല്പര്യവും. എൻ്റെ വീട്ടിൽ 5 വയസ്സ് മുതൽ 7 വയസ്സ് വരെ സംസ്കൃതം പഠിക്കണമെന്ന് നിർബന്ധമാണ്. അതുകൊണ്ട് ഞാൻ സംസ്കൃതം പഠിച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ തന്നെയാണ് ഈ പേര് തിരഞ്ഞെടുത്തതും ഈ പേര് സ്വീകരിച്ചതും. ഇപ്പോൾ 60 കൊല്ലമായി. BJP ഉണ്ടാകുന്നതിന് മുമ്പ്, മറ്റുള്ളവർ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നവരുണ്ടാകുന്നതിന് മുമ്പേ പേര് മാറിക്കഴിഞ്ഞു. ഇനി എൻ്റെ അനുഭവങ്ങൾ, കപ്പൂച്ചിൻ സഭയിൽ ചേർന്നത് എൻ്റെ ഒരു വലിയ ദാഹമായിരുന്നു, താല്പര്യമായിരുന്നു. അതിനെതിരെ ഒരുപാട് പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ദൈവം അതിനെ അനുവദിച്ചതിന് ഞാൻ കപ്പൂച്ചിൻ സഭയോടും ഫ്രാൻസിസ് അസീസിയോടും ദൈവത്തോടും നന്ദി പറയുന്നു. ഞാൻ സംതൃപ്തനാണ്. എൻ്റെ സംതൃപ്തിയാണ് ഞാനിവിടെ നിൽക്കുന്നത് 91 വയസ്സിലും. ഇനി എനിക്ക് 1-2 കാര്യങ്ങൾ പറയാനുള്ളത്. ഞാൻ പ്രാധാന്യം കൊടുത്തത്, നമ്പർ 1 പ്രാധാന്യം കൊടുത്തത് കുടുംബത്തിനാണ്. എൻ്റെ ഹൈപ്പോതെസിസ് ഇതായിരുന്നു: ദ ഇൻറ്റഗ്രിറ്റി ഓഫ് എ ഫാമിലി ഓർ സൊസൈറ്റി ഡിപ്പെൻഡ്സ് ഓൺ ദ ഇൻറ്റഗ്രിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ ഹു എൻ്റർ ഇൻ ടു ദാറ്റ്. അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാൽ സമൂഹ ഗുണം വ്യക്തിഗുണത്തിലാണ്. വ്യക്തിക്ക് ഗുണമില്ലേ സമൂഹത്തിന് ഗുണമുണ്ടാവില്ല, ആ കുടുംബം നേരെയാവില്ല. അതുകൊണ്ട് ഞാൻ മനഃശാസ്ത്രം പഠിക്കാൻ പോയി. എനിക്കതിനുള്ള താല്പര്യം ഉണ്ടായിട്ടല്ല, കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി. അതിലേറ്റവും പ്രാധാന്യമർഹിക്കുന്ന 2 വ്യക്തിത്വങ്ങൾ ഭാര്യയും ഭർത്താവുമാണ്. ദൈവത്തിന് പകരം ദൈവം സൃഷ്ടിച്ച മനുഷ്യജീവിയുടെ പേരാണ് അമ്മ. ഇത് ഞാൻ 10-25 കൊല്ലമായി പറയാൻ തുടങ്ങിയിട്ട്. പക്ഷെ അമ്മമാരുടെ ഹൃദയത്തിൽ അങ്ങോട്ട് എത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിഞ്ഞുകൂടാ. യാഥാർത്ഥ്യം അതാണ്. അമ്മയാണ് കുടുംബത്തിൻ്റെ അടിത്തറ. അതുകൊണ്ട് ചവിട്ടും കുത്തും അമ്മയ്ക്കാണ്. അമ്മ അത് സ്വീകരിക്കാൻ തയ്യാറാവണം. കാരണം അങ്ങനെയാണ് പ്രകൃതി അവളെ വളർത്തിയത്. അവൾക്ക് മാത്രമേ മെൻസസ് ഉള്ളൂ, അവൾക്ക് മാത്രമേ പ്രസവവേദനയുള്ളൂ, വേറെ ആർക്കുമില്ല. വലിയ വിജ്ഞാനമാണ്. ആ വിജ്ഞാനം ഇപ്പോഴത്തെ പിള്ളേർക്ക് കിട്ടുന്നില്ല. എന്തിനാണെന്ന് പോലും അവർക്ക് അറിഞ്ഞുകൂടാ. അവർ ശപിച്ചുകൊണ്ട് നടക്കുന്നുണ്ടാവും. വലിയ വിജ്ഞാനം. ആ വിജ്ഞാനത്തിലൂടെ അമ്മയാകാൻ, അമ്മ ദൈവത്തിന് പകരമുള്ളത് കൊണ്ട് യേശു പുൽക്കൂട്ടി ജനിച്ചു, കാല് കഴുകി, അപ്പസ്തലന്മാർ കാല് കഴുകി, കുരിശു തൂങ്ങി മരിച്ചു. ഇതാണ് അമ്മ. തൊഴുത്തിൻ്റെ മണം അമ്മയ്ക്കുണ്ട്. അമ്മയ്ക്ക് തൊഴുത്തിൻ്റെ മണമല്ല, അടുക്കളയുടെ മണമുണ്ടാവും. ആ അമ്മയുടെ ഗുണമാണ്, ഒരു ഗുണമാണ്. അതിൽ അമ്മ അഭിമാനിക്കണം. കാരണം അമ്മയിൽ കൂടിയാണ് ജീവൻ വന്നത്. അവർ പരീക്ഷിക്കുന്ന അമ്മയാണ്, അവർ രൂപീകരിക്കുന്ന അമ്മയാണ്. ഈ മെസ്സേജ് അമ്മയ്ക്ക് കിട്ടുന്നില്ല. അതിന് അമ്മയാണ് മറ്റു പുരുഷനേക്കാളും നിസ്വാർത്ഥതയുള്ളവൾ, തനിമയുള്ളവൾ. ദൈവം തനിമയാണ്. ഇന്നത്തെ സുവിശേഷം പറയുന്നുണ്ടല്ലോ, യേശു പറയാണ്, നിങ്ങളെ ഞാൻ സത്യത്തിൽ സമർപ്പിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ സത്യത്തെ സമർപ്പിക്കുന്നു, വിശുദ്ധീകരിക്കുന്നു. എന്താണ് ഈ സത്യം? പിലാത്തോസ് ചോദിച്ചതാണ്. സത്യം എന്താണ്? അടുത്ത ആ സെൻറ്റ് ജോൺസിൻ്റെ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ പറയാണ്, ഈശോ പറയാണ്, എന്നെ നിങ്ങൾ കുരിശിൽ ഉയർത്തുമ്പോൾ, കുരിശ് ഞാൻ കൂട്ടിച്ചേർത്താണ്,
എന്നെ നിങ്ങൾ ഉയർത്തുമ്പോൾ നിങ്ങൾ അറിയും ഞാൻ ആരാണെന്ന്. ഐ ആം ഹി എന്നാണ് ഇംഗ്ലീഷ്. ഐ ആം ഹി, അവൻ ഞാനാണ്. ആര്? സത്യം. ഏതാണ് സത്യം? കുരിശോളം ഉയർത്തപ്പെട്ട സ്നേഹം, സ്നേഹത്തിൻ്റെ തനിമ. ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആത്മാർത്ഥത പരീക്ഷണത്തിന് വിധേയമാണ്, അത് ത്യാഗത്തിലാണ്. ഭാര്യയെ ഭർത്താവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ത്യാഗത്തിലൂടെ കാണിക്കുന്നില്ലെങ്കിൽ വെറും വാക്കാണ്, പൊള്ളത്തരമാണ്, സ്വാർത്ഥതയാണ്. കല്യാണം കഴിച്ചത് സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാണ്, സെക്സിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ തൻ്റെ ലാഭത്തിന് വേണ്ടി, അല്ലെങ്കിൽ അതിൽ ത്യാഗത്തിന്. സ്ത്രീ പ്രകൃതിയാൽ അങ്ങനെയായി, പുരുഷൻ അങ്ങനെ ആയിട്ടില്ല. അവൻ ചത്ത് പണിയെടുക്കുന്നുണ്ട്, ശരി, കാശുണ്ടാക്കാൻ, അവൻ്റെ കാര്യം അല്ല. തനിമയിൽ ഇരുവരും ഒന്നാവണം. അപ്പോൾ തനിമയിൽ, ദൈവം തനിമയാണ്, സത്യമാണ്, സ്നേഹമാണ്. സ്നേഹത്തിൻ്റെ തനിമയിൽ എത്തിച്ചേരണം. സ്നേഹത്തിൻ്റെ തനിമയിൽ എത്തിച്ചേരുന്ന സമയത്ത് ഉണ്ടാകുന്ന കൊച്ച് തനിമയാർന്ന സ്നേഹത്തിൻ്റെ കൊച്ചാണ്, ദൈവത്തിൻ്റെ കൊച്ചാണ്. ആ കൊച്ച് നിങ്ങളിൽ കൂടി വന്നതുകൊണ്ട് നിങ്ങളുടെയും കൊച്ചാണ്. ആ ഡെപ്തിലേക്ക്, ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാത്ത സ്ത്രീയും പുരുഷനും ഭാര്യ ഭർത്താക്കന്മാരാകുന്നുവെങ്കിൽ ഡിവോഴ്സ് ചെയ്യുന്നതിൽ അത്ഭുതമില്ല. ഈ തലത്ത് തനിമയിൽ ഇരുവരും എത്തി, ദൈവാനുഭവത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഡിവോഴ്സ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിനേക്കാളും വലിയ ഒരു നല്ല ജീവിതാന്തസ്സം ഇല്ല അവർക്ക്. അതുകൊണ്ടാണ് അവരത് തിരഞ്ഞെടുത്തത്. ദൈവം അങ്ങനെ പ്രേരണ കൊടുക്കുകയും ചെയ്തതാണ്. ഞാൻ 22 രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് വിവാഹത്തെപ്പറ്റി പഠിക്കാനും. എന്തുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർ കടിപിടി കൂടുന്നു, അത് ഡിവോഴ്സിൽ അവസാനിക്കുന്നു? കാരണം ഇന്നാണ് ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് കാണുന്നത്. ഇന്നത്തെ സ്ത്രീകൾ ചേട്ടത്തിമാരിൽ അവരിൽ കാണുന്നൊരു പ്രത്യേകതയാണ്, അവർക്ക് സ്ത്രീ ആവണ്ട, അമ്മയാകണ്ട. യാദൃശ്യമായിട്ട് 2 കൊച്ചുങ്ങളുണ്ടായി, ബയോളജിക്കൽ നീഡ് എന്ന നിലയിൽ സംഭവിച്ചു പോയി അല്ലെങ്കിൽ സെക്സിൻ്റെ അതിൻ്റെ ഫലമായിട്ട് സംഭവിച്ചു. അതിൽ കവിഞ്ഞ് ഒരു പ്രാധാന്യം അവർക്ക് അതിന് കൊടുക്കുന്നില്ല. സ്ത്രീത്വത്തിന് വില കൊടുക്കുന്നില്ല, സ്ത്രീ മാതൃത്വത്തിന് വില കൊടുക്കുന്നില്ല. എന്നാൽ ദൈവം കഴിഞ്ഞാൽ ഏറ്റവും വിലയുള്ളത് അവളാണ്, അമ്മയാണ്. ഞാൻ എൻ്റെ അമ്മയെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അമ്മ വിശുദ്ധിയാണ്, ദൈവത്തിന് പകരം സൃഷ്ടിക്കപ്പെട്ട ആ തനിമ അത് ഭാര്യ ഭർത്താക്കന്മാരുടെ തനിമ. അവരെത്തിക്കഴിഞ്ഞാൽ അവർ വിശുദ്ധരാണ്, ദിവ്യരാണ്. ആ ദിവ്യതയിലെത്താനുള്ള സാഹചര്യം ഇന്നത്തെ ചുറ്റുപാടിൽ അവർക്ക് കിട്ടുന്നില്ല. ദേ ആർ എഡ്യൂക്കേറ്റഡ് ഇനഫ് ടു ബി ബ്രെയിൻ വാഷ് മൈ മെറ്റീരിയലിസ്റ്റിക് ഫിലോസഫി. അതുകൊണ്ട് അവളെ എത്താൻ പറ്റുന്നില്ല, തനിമയിൽ ജീവിക്കാൻ പറ്റുന്നില്ല. ആ തനിമയിൽ എത്തിക്കുക, അതാണ് യേശുവിൻ്റെ ദർശനം. ഈശോ വന്നത് ഞാൻ സത്യത്തിന് സാക്ഷ്യം വഹിക്കാനാണെന്നാണ് പിലാത്തോസിൻ്റെ മുമ്പിൽ പറഞ്ഞത്. അപ്പോഴാണ് പിലാത്തോസ് ചോദിക്കും, എന്താണ് ഈ സത്യം? ഈശോ മറുപടി പറഞ്ഞില്ല. മറുപടി എന്താണെന്നോ? ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, സ്നേഹത്തിൻ്റെ തനിമ, കുരിശോളം ഉയർത്തപ്പെട്ട ത്യാഗപൂർണമായ നിസ്വാർത്ഥ സ്നേഹത്തിൻ്റെ തനിമ. അത് ഉണ്ടെങ്കിൽ പിള്ളേർക്ക് ദൈവത്തെ കിട്ടി, ആ സ്നേഹം കിട്ടി, തനിമ കിട്ടി. തനിമയിൽ അവർ വളരും, അവരുടെ രൂപീകരണം ശരിയാവും. കാരണം ഇനി നമ്മുടെ ഭാവി യൂത്താണ്. യൂത്ത് ഈസ് അവർ ഫ്യൂച്ചർ. അതുകൊണ്ട് ഞാനൊരു കോളേജ് തുടങ്ങിയത്. അവർ രൂപീകരിക്കുന്ന ഇന്നത്തെ വിദ്യാഭ്യാസം പോരാ. ഇന്നത്തെ വിദ്യാഭ്യാസം കൊണ്ട് അവരെ സഹായിക്കാൻ പറ്റില്ല. അതിന് ആദ്യം തന്നെ ഭാര്യ ഭർത്താക്കന്മാർ ഒരുക്കണം, കുടുംബം ശരിയായി വരണം. 2 വിദ്യാലയം വേണം. അത് ഇന്നത്തെ രീതിയിലുള്ള അത് പറ്റില്ല. അങ്ങനെ ഇരിക്കും. ഞാൻ 30 അതിനു വേണ്ടിയാണ് ഞാൻ പഠിക്കാൻ പോയത്, പ്രത്യേകിച്ച് ഹോളിസ്റ്റിക് അപ്രോച്ച്. ആ ഹോളിസ്റ്റിക് എഡ്യൂക്കേഷൻ ഞങ്ങൾ 30 കൊല്ലം മുമ്പ് ഇവിടെ തുടങ്ങി. അതിന് നല്ല ആ സമീപനത്തിൽ തുടങ്ങിയതിൻ്റെ ഫലമായിട്ട് 30 കൊല്ലം കൊണ്ട് ഞങ്ങൾക്ക് 23 അവാർഡുകൾ കിട്ടി. ഏറ്റവും നല്ല വിദ്യാഭ്യാസത്തിനുള്ള അവാർഡ്. അതിൽ ഏറ്റവും ഞാൻ വിലമതിക്കുന്ന ഒന്നുണ്ട്. തൃശ്ശൂർ രൂപതയിലെ അതിരൂപത മെത്രാപ്പോലീത്ത ആൻഡ്രൂസ് പിതാവ് ഞങ്ങൾക്ക് ഒരു അവാർഡ് തന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പാവങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം, അതാണ് ഞങ്ങളുടെ ഫ്രാൻസിസ്കൻ കപ്പൂച്ചൻ ആഗ്രഹം. ഞങ്ങൾ പാവങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു, യേശു അവർക്ക് വേണ്ടി ജീവിച്ചതുപോലെ. അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഈ അവാർഡ് കിട്ടിയതിലല്ല, ഈ ഇവിടെ വരുന്ന യുവജനങ്ങളെ സഹായിക്കാൻ എനിക്ക് പറ്റുന്നു. എങ്ങനെ? ഈ തനിമയിലേക്ക് അവരെ കൊണ്ടുപോയിക്കൊണ്ട്.
അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവത്തെ അവർക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് ആ ദൈവവുമായിട്ട് അവർ ബന്ധപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ അവരെ മറന്ന് ഈ ദൈവത്തെ മറന്ന് ഈ ഹിന്ദു ഫിലോസഫിയിൽ പറയുന്ന പോലെ അഹം ബ്രഹ്മ അസ്മി ആയി കഴിഞ്ഞാൽ അതിന്ന് മാറാൻ പറ്റില്ല. ആ കോൺഷ്യസ്നെസ്, ബോധോദയത്തിലൂടെ അവരെത്തിയതിൻ്റെ ഫലമായിട്ട് ഓരോ സെല്ലിലും ദൈവം വസിക്കുന്നത് കൊണ്ട് അതിനെ മറന്ന് ഇന്ന് കാണുന്ന വിക്രിയകൾക്ക്, ഡ്രഗിന്, ആൽക്കഹോളിനൊന്നും പോകാൻ പറ്റില്ല. ആ ട്രെയിനിങ് ഞങ്ങൾ ഇവിടെ കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ രാഷ്ട്രീയമില്ല, സ്ട്രൈക്കില്ല, റാഗിങ് ഇല്ല, അങ്ങനെ ഒന്നുള്ള അലപരാധികളൊന്നുമില്ലാത്ത കേരളത്തിലെ ഏക കോളേജാണ്. എല്ലാ വിഷയത്തിനും ഫസ്റ്റ് റാങ്ക് കിട്ടിയ കേരളത്തിലെ ഏക കോളേജാണ്. ഇത് എടുത്തു പറയുന്നതിന് കാരണം ദൈവത്തിൻ്റെ പണിയാണത്. ദൈവം എൻ്റെ പിള്ളേരുടെ ഹൃദയത്തിൽ വന്നു. അതിൻ്റെ ഫലമായിട്ട് ദൈവം പ്രകീർത്തിക്കപ്പെടുകയാണ്. നിങ്ങളോട് ഇതിനെപ്പറ്റി എനിക്ക് ദീർഘമായിട്ട് പറയാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ഈ ലിമിറ്റഡ് ആയിട്ടുള്ള സമയത്തിനുള്ളിൽ ഇത്രയേ എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ. വേറെ അവസരം കിട്ടുമ്പോൾ പറയാം. താങ്ക് യു.